ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കുബേര പൂജയെക്കുറിച്ച് അറിയാം. സമ്പത്തിൻ്റെ ദേവനാണ് കുബേരൻ. കാലിയാകാത്ത അത്രയും ധനം പ്രാർത്ഥിച്ചാലോ കുചേലനെയും കുബേരനാക്കുമെന്നുള്ള വിശ്വാസം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സമ്പത്തിൻ്റെ ദൈവമാണ് കുബേരൻ. ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും മൂർത്തിയായ കുബേരനെ ആരാധിച്ചാൽ സമ്പത്തും സൗഭാഗ്യവും ആവോളം ലഭിക്കുമെന്നാണ് വിശ്വാസം. വാസ്തുശാസ്ത്രം അനുസരിച്ച് വടക്കിൻ്റെ അധിപനാണ് കുബേരൻ. അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു കുടത്തിൽ എല്ലായ്പ്പോഴും സ്വർണവും രത്നവും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ടാവുമായിരിക്കും അത്രേ. എന്തു തന്നെയായാലും ഭാരതത്തിൽ കുബേരനെ ആരാധിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. വാസ്തുശാസ്ത്രം അനുസരിച്ച് വടക്കിൻ്റെ അധിപനാണ് കുബേരൻ എന്ന് പറഞ്ഞല്ലോ. ലങ്കാധിപതിയായ രാവണന്റെ സഹോദരൻ എന്ന നിലയിലാണ് പുരാണങ്ങളിൽ നമ്മൾ കുബേരനെ പരിചയപ്പെട്ടിരിക്കുന്നത് അല്ലേ. വിശ്വാസങ്ങൾ പറയുന്നത് അനുസരിച്ച് പ്രസിദ്ധനായ പുലസ്ത്യ മഹർഷിയുടെ പുത്രൻ വിശ്രവസിനും ഭരദ്വാജ മഹർഷിയുടെ മകൾക്കും ജനിച്ച മകനാണ് കുബേരൻ. വിശ്രവസിന്റെ മകനായതിനാൽ വൈശ്രവണൻ എന്നും കുബേരൻ അറിയപ്പെടുന്നുണ്ട്. ലങ്കാനഗരം ഉൾപ്പെടെയുള്ള അനുഗ്രഹങ്ങൾ ബ്രഹ്മാവ് വഴിയാണ് കുബേരന് ലഭിച്ചതത്രേ. ലങ്കാനഗരവും പുഷ്പക വിമാനവും സ്വന്തമായി ഉണ്ടായിരുന്ന കുബേരനോട് സഹോദരങ്ങളായ രാവണനും കുംഭകർണനും അസൂയ തോന്നുകയും കലഹിക്കുകയും ചെയ്യുമായിരുന്നു അത്രേ. ഒടുവിൽ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് തൻ്റെ സമ്പത്ത് മുഴുവൻ സഹോദരങ്ങൾക്ക് നൽകി അദ്ദേഹം പോവുകയും ചെയ്തു അത്രേ. പിന്നെ കുബേരൻ എങ്ങനെ ഇത്രയും ധനവാനായി? അതും കൂടെ നമുക്കൊന്ന് നോക്കാം. എല്ലാ സഹോദരങ്ങൾക്ക് നൽകിയ ശേഷം കുബേരൻ നേരെ പോയത് സരസ്വതി നദി തീരത്തേക്കാണത്രേ. അവിടെ പോയി തൻ്റെ നഷ്ടപ്പെട്ട സ്വത്തും പ്രതാപവും തിരികെ ലഭിക്കുന്നതിനായി അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്ത് ഒരു മഹായാഗം നടത്തി. അദ്ദേഹത്തിൻ്റെ യാഗത്തിൽ പ്രസാദിച്ച പരമശിവൻ കുബേരന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും കൈലാസത്തിനടുത്ത് അളകാപുരി എന്ന നഗരം കുബേരനായി നിർമ്മിച്ചു നൽകുകയും ചെയ്തു. ധനത്തിൻ്റെ അധിപനായി കുബേരനെ വാഴിച്ചതും യക്ഷരാജാവായി കുബേരനെ ഉയർത്തിയതും പരമശിവനാണെന്നാണ് വിശ്വാസം. ത്രയംബകൻ എന്നും കുബേരൻ അറിയപ്പെടുന്നുണ്ട്. കുബേരൻ്റെ ഇടതുകൈയിൽ ഒരു കുടമുണ്ടെന്നും അതിൽ സ്വർണം രത്നം ധനം എന്നിവ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കുടം ഒരിക്കലും കാലിയാകില്ല അത്രേ. ഭൂമിയിലെ മുഴുവൻ സ്വർണത്തിൻ്റെയും സംരക്ഷകൻ കൂടിയാണത്രേ കുബേരൻ. ഏറ്റവും സമ്പന്നനായ ദൈവമാണ് കുബേരൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുബേരപ്രീതിക്കായിട്ട് പണ്ട് കാലം മുതൽ ചെയ്യുന്ന ഒരു പൂജയുണ്ട്. അതായത് പൂജാമുറികളിൽ വെള്ളിയാഴ്ച ദിവസം അരിപ്പൊടി കൊണ്ട് കുബേരക്കോലം വരച്ച് ആ കോലത്തിൻ്റെ കളങ്ങളിൽ നാണയവും ചുവന്ന പൂവും സമർപ്പിച്ച് ദീപാരാധന ചെയ്ത് ആരാധിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു പണ്ട് ഗ്രഹങ്ങളിലെല്ലാം. അത് ഇപ്പോഴും തുടരുന്ന ചില ഗ്രഹങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടങ്ങളിൽ ഇന്നും ധനധാന്യ സമൃദ്ധിക്ക് ഒരു മുട്ടുമില്ല എന്നത് അനുഭവമാണ്. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അനുഭവത്തിൻ്റെ കാര്യത്തിൽ ഞാനും സാക്ഷി. തലങ്ങും വിലങ്ങും കൂട്ടിയാലും 72 എന്ന സംഖ്യ ലഭിക്കുന്ന ഒരു മാന്ത്രിക സംഖ്യയാണ് കുബേര മാന്ത്രിക ചതുരം അല്ലെങ്കിൽ കുബേര സംഖ്യായന്ത്രം എന്ന് പറയുന്നത്. 7ഉം 2ഉം വീണ്ടും കൂട്ടിയാൽ ദേവസംഖ്യയായ 9 ലഭിക്കുന്നു. സംഖ്യായന്ത്രം നിർമ്മിക്കുന്നതിനായി ആദ്യം നെടുകയും കുറുകയും 3 രേഖകൾ വരയ്ക്കുകയും തുടർന്ന് 27, 20, 25, 22, 24, 26, 23, 28, 21 എന്ന് ഇടത്തു നിന്നും വലത്തേക്ക് എന്ന ക്രമത്തിൽ 9 കളികളായി സംഖ്യകൾ എഴുതുകയും വേണം. ഓരോ കളത്തിലും ഓരോ നാണയം വെച്ച് അതോടൊപ്പം ചുവന്ന നിറത്തിലുള്ള പൂവും വെച്ച് ദീപം വെച്ച് കുബേരമന്ത്രത്താൽ ആരാധിക്കുക. എന്നാൽ ധനസമൃദ്ധി നിശ്ചയം. കുബേരപൂജാ നാണയം വയ്ക്കുന്നതും അത്യുത്തമമാണ് കേട്ടോ. ഇനിയിപ്പോൾ അതില്ല എന്ന് കരുതിയിട്ട് നമുക്ക് സാധാരണ നാണയം വെച്ചും ഈ പൂജ ചെയ്യാവുന്നതാണ്. ഇതിൽ കുബേരമന്ത്രം പറയുന്നത് ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ഓം ഹ്രീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതിയെ ധനധാന്യ സമൃദ്ധിമേ ദേഹിതായ സ്വാഹ എന്ന കുബേരമന്ത്രവും ജപിക്കാവുന്നതാണ്. ഇത് 108 തവണ ജപിച്ചാൽ അത്യുത്തമം. അതിനിപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതിൽ സമയം കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ 3, 9, 21 അങ്ങനെ കൂടെ ജപിക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുണ്ട്. അതായത് ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതെന്താ പറയുക ലോട്ടറി കിട്ടും അല്ലെങ്കിൽ വല്ല നിധിയും കിട്ടും എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ.
അതായത് നിങ്ങൾക്ക് അർഹമായതും അതേസമയം കയ്യിൽ വന്നു ചേരാൻ തടസ്സം നേരിടുന്നതുമായ ധനം നിങ്ങൾക്ക് തീർച്ചയായും ലഭ്യമാകും. അതായത് ദുർവ്യയം ഒഴിവാക്കി ധനഭാഗ്യ വരുത്തുവാൻ കുബേരൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് ഈ പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഇനി നമുക്കിപ്പോൾ കുബേരക്കോലം വരയ്ക്കാൻ അതെല്ലാം ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? അതൊക്കെ അറിയാത്തവരുണ്ട് കോലം വരയ്ക്കാൻ. അതൊന്നും നമുക്ക് പ്രായോഗികമായിട്ട് അത്രയും എളുപ്പമായ കാര്യമല്ല അല്ലേ? അപ്പോൾ അതിനൊരു പോംവഴിയുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ കുബേര സാഖ്യയന്ത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ കളത്തിൽ ഏതൊക്കെ നമ്പറുകൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന്. അതുകൂടാതെ കുബേര കോയിൻ വെച്ച് പൂ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അതായത് ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എൻ്റെ പൂജാമുറിയിൽ ഇരുന്ന് ചെയ്യുന്ന അതിൻ്റെ ഫോട്ടോവും കുബേര കോയിൻ്റെയും യന്ത്രത്തിൻ്റെയും ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇതെങ്ങനെ ചെയ്യാനുള്ളത് എന്നത്. ഇതൊട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു 10 മിനിറ്റ് നിങ്ങൾ ചെലവിടുകയാണെങ്കിൽ, അതിന് നിങ്ങൾ സന്മനസ് കാണിച്ചാൽ ഈ പൂജ നിങ്ങൾക്ക് ഭംഗിയായി ചെയ്തു തീർക്കാൻ പറ്റും. നിങ്ങളുടെ ഗ്രഹത്തിലെ ധനപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ ഇത് ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. ഇത് വെറുതെ പറയുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ കഴിയുന്നതും എനിക്ക് കൂടെ അനുഭവം കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കിടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത് വിശ്വസിക്കാം. കാരണം ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ പൂജ ചെയ്യാറുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഞാൻ ചുവന്ന പൂവ് വെച്ച് ഈ കുബേര സാഖ്യയന്ത്രത്തിൽ പൂവ് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കാം. അല്ല, എണ്ണവിളക്കാണെങ്കിലും നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ചാലും ഒരു പ്രശ്നവുമില്ല. രണ്ടും ഒന്ന് തന്നെ, ഒരേ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച വീഡിയോ. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും അല്ലേ, ഈ കുബേര യന്ത്രം, കുബേര കോയിൻ ഇതെല്ലാം എവിടുന്ന് കിട്ടുമെന്നുള്ളത്. ഒട്ടും സംശയിക്കേണ്ട. ആമസോൺ വഴി നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയും ചെയ്യും. പിന്നെ കുബേര സാഖ്യ മാന്ത്രിക ചതുരം നിങ്ങൾക്ക് സ്വയം ചെയ്ത് എടുക്കാവുന്നതാണ്. അതായത് ഒരു പേപ്പറിൽ കളം വരച്ച് നമ്പറെല്ലാം എഴുതിയിട്ട് അതൊന്ന് ലാമിനേറ്റ് ചെയ്ത് ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് ലാമിനേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് എക്കാലവും നിങ്ങൾക്കത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും, കേടൊന്നും പറ്റാതെ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കും അത് ഉപകരിക്കുമെന്ന് കരുതുന്നു. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. മഹത്തായ അറിവ് പകർന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.